മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കുറ്റപത്രം പി ദിവ്യയുടെ വാദങ്ങൾ ശരിവെക്കുന്നതെന്ന് അഭിഭാഷകൻ കെ വിശ്വൻ. ADM കുറ്റസമ്മതം നടത്തിയെന്ന കളക്ടറുടെ മൊഴി നിർണായകമെന്നും ദിവ്യയ്ക്കെതിരായ കുറ്റം നിലനിൽക്കില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു. മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പി ദിവ്യക്കെതിരെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ കുറ്റപത്രം വായിച്ചു കഴിയുമ്പോൾ ഇരയാരാണ് വേട്ടക്കാരാരാണ് എന്ന് വ്യക്തമാകുന്ന ഒരു നില ഉണ്ട്. ഉന്നയിച്ച ആരോപണം വസ്തുതാപരമായിരുന്നു എന്ന് കാണുന്നതിനുള്ള ഒട്ടനവധി ഇലക്ട്രോണിക് തെളിവുകളടക്കം കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം ADM കുറ്റസമ്മതം നടത്തിയതായി ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. സന്തോഷായിരുന്നു കണ്ണൂരിൽ നിന്ന്. സന്തോഷം, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് വിശ്വൻ പറയുന്നത്? പോലീസ് അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രം പി ദിവ്യയുടെ വാദങ്ങൾ ശരിവെക്കുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ADM കൈക്കൂലി വാങ്ങി എന്നുള്ള ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കുറ്റപത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കലക്ടറുടെ മൊഴിയാണ്. ഈ സംഭവത്തിന് ശേഷം, യാത്രയയപ്പ് ചടങ്ങിന് ശേഷം തന്റെ ചേംബറിലെത്തിയ ഈ ADM തെറ്റുപറ്റിപ്പോയി എന്നുള്ള രീതിയിൽ സമ്മതിച്ചിട്ടുണ്ട് എന്ന് കലക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. ആ കാര്യം കുറ്റപത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം നടന്ന് അല്പം മുന്നോട്ട് നീങ്ങി അവിടെ നിന്ന് തല താഴ്ത്തി തെറ്റിപ്പറ്റിപ്പോയി എന്ന് കലക്ടറോട് പറഞ്ഞു എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. മറ്റൊന്ന്, ചില തെളിവുകളുടെ കാര്യങ്ങൾ കൂടി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ആരോപണം ഉന്നയിച്ച, അതായത് കൈക്കൂലി വാങ്ങി എന്നുള്ള ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ വിജിലൻസ് ഓഫീസിലേക്ക് ഈ പരാതി നൽകാനായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ചില സാക്ഷിമൊഴികളും ഈ ആരോപണം സാധൂകരിക്കുന്നതാണ്, ശരിയാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് എന്നും അഭിഭാഷകൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പി ദിവ്യയെ വേട്ടയാടുകയായിരുന്നു ഈ കേസിൽ. ഒരു തരത്തിലും ഈ കുറ്റം നിലനിൽക്കുന്നതല്ല എന്നുള്ള കാര്യവും അഭിഭാഷകൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പി ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ വിശ്വൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഷമി, സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.